എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. ഉയരം കുറവാണെങ്കിലും കായിക രംഗത്ത് ഉയരങ്ങൾ കീഴടക്കുകയാണ് പെരിഞ്ഞനം സ്വദേശിയായ ബൈജു എന്ന യുവാവ്. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സംസ്ഥാന പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസ് മത്സരത്തിൽ വെള്ളിയും മിക്സഡ് ഡബിൾസിൽ വെങ്കല മെഡലും സ്വന്തമാക്കിയതാണ് ബൈജുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നേട്ടം. ഇതോടെ 2026 നടക്കുന്ന ദേശീയ പാരാ ബാഡ്മിന്റൺ മത്സരത്തിലേക്കും യോഗ്യത നേടി ഈ 43-കാരൻ. പെരിഞ്ഞനം ആറാട്ടുകടവ് ചെമ്പൻ സുബ്രഹ്മണ്യൻ ജാനകി ദമ്പതികളുടെ മകനായ ബൈജു 2010 മുതലാണ് കായിക രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവന മാർഗം നേടിയിരുന്ന ബൈജു കഠിന പ്രയത്നത്തിലൂടെയാണ് വിജയവഴികൾ താണ്ടിയത്. ശാരീരിക വൈകല്യമുള്ളവർക്കായുള്ള ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതോടെയാണ് ബൈജുവിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയത്. 2013 അമേരിക്കയിൽ നടന്ന ഡോർഫ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ബൈജുവിന് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് വിലങ്ങുതടിയായി. ഏറെ വിഷമിച്ചെങ്കിലും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം ഒരുമിച്ച് ചിലവിനുള്ള പണം കണ്ടെത്തിയതോടെ ഒളിമ്പിക്സിൽ മത്സരിച്ചു. തുടർന്നുള്ള വർഷങ്ങൾ ബൈജുവിൻ്റെ മെഡൽ നേട്ടങ്ങളുടേതായിരുന്നു. 2023 തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പാരാ ബാഡ്മിന്റണിൽ സ്വർണവും 2024 ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാരാ ബാഡ്മിന്റണിൽ വെങ്കലവും ബൈജുവിന് സ്വന്തമായി. ചെറുതും വലുതുമായ അംഗീകാരങ്ങൾ ചുരുങ്ങിയ കാലത്തിനിടയിൽ ബൈജുവിനെ തേടിയെത്തി. ഡൽഹിയിൽ നടന്ന ഖേലോ ഇന്ത്യയിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായിരുന്ന ബൈജു നിലവിൽ ഉയരം കുറഞ്ഞവരുടെ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബിലെ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ തുടങ്ങിയ പദവികളിൽ സജീവമാണ്. തലശ്ശേരിക്കാരനായ റാഷിദിന് കീഴിൽ പെരിഞ്ഞനം പ്രതീക്ഷ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിശീലനം. കായിക മേഖലയിൽ മെഡലുകൾ വാരിക്കൂട്ടുമ്പോഴും വെള്ളിത്തിരയിലും ബൈജു തൻ്റെ സാന്നിധ്യം അറിയിച്ചു. അത്ഭുതദ്വീപ്, ബെസ്റ്റ് ആക്ടർ, നൈറ്റ് ഡ്രൈവ് എന്നീ സിനിമകളിലും നിരവധി ഹ്രസ്വചിത്രങ്ങളിലും അഭിനയിച്ച ബൈജു സ്പോർട്സും സിനിമയും ഒരുപോലെ തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊക്കമില്ലായ്മയാണെൻ്റെ പൊക്കം എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയെ ശരിവെക്കുന്ന രീതിയിൽ ഇനിയും ഉയരങ്ങൾ താണ്ടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബൈജു. നമസ്കാരം, എൻ്റെ ഒരു ബൈജു, പെരിഞ്ഞനം ആറാട്ടുകടവ് സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം 2025 ഡിസംബർ 21 ഞങ്ങളുടെ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. അതിൽ ഡബിൾസിൽ സിൽവർ മെഡലും മിക്സഡ് ഡബിൾസിൽ വെങ്കല മെഡലും കരസ്ഥമാക്കി. പിന്നെ എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ചന്ദ്രാപ്പള്ളി സ്വദേശി അശ്വിൻ പ്രദീപാണ്. മിക്സഡ് ഡബിൾസിൽ കോഴിക്കോടുള്ള രേഷ്മയാണ്. പിന്നെ കഴിഞ്ഞ വർഷം ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസിൽ വെങ്കലവും മിക്സഡ് ഡബിൾസിലും വെങ്കല മെഡലും കിട്ടിയിരുന്നു. 2013 ഡോർഫ് ഒളിമ്പിക്സ്, ഞങ്ങളുടെ മാത്രം ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് മത്സരങ്ങൾ പങ്കെടുത്തു. കൂടാതെ ഞങ്ങൾക്കൊരു സ്പോർട്സ് ക്ലബ്ബുണ്ട്, ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഉയരം കുറഞ്ഞവരുടെ സ്പോർട്സ് ക്ലബ്ബാണ്. അതിൻ്റെ കോച്ചും അതിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത് തലശ്ശേരിയുള്ള റാഷിദ് ആണ്. അതിൽ ഞങ്ങൾ പോലെ ഒരു 30 പേരുകളുണ്ട്. അവരൊക്കെ ഒരു നല്ല സ്പോർട്സ് രംഗത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആകാശ് എസ് മാധവൻ, അങ്ങനെയുള്ള കുറച്ച് പേര് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് ഉണ്ട്. ആകാശ് എസ് മാധവൻ, നിതിൻ, ഗോകുൽ, അങ്ങനെ കുറേ പ്ലെയേഴ്സ് അതിനകത്തുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം കിട്ടിയതോടുകൂടി അടുത്ത വർഷം 2026 നടക്കുന്ന ദേശീയ പാരാ ബാഡ്മിൻ്റൺ സെലക്ട് ആയിട്ടുണ്ട്. സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഞങ്ങളെപ്പോലുള്ളവരുടെ ഈ സ്പോർട്സിന് കേരള സർക്കാർ കഴിഞ്ഞ വർഷം തുടങ്ങിയാണ് അംഗീകരിച്ചിട്ടുള്ളത്. എങ്കിലും ഞങ്ങൾക്ക് പോകാനുള്ള സാമ്പത്തിക സഹായമൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ പോയത് 100 രൂപ ചലഞ്ച് നടത്തിയിട്ടാണ് ജാർഖണ്ഡ് പോയത്. ഇനി അടുത്ത വർഷം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പോകാൻ പറ്റുമെങ്കിലും എന്തായാലും കേരളത്തിൽ പ്രതിനിധീകരിച്ച് പോകാൻ പറ്റണം, സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ വർഷം തന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടൻ ഒരു ബാറ്റ്, നല്ലൊരു ബാറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലത്ത് ബോബൻ ചേട്ടനാണ് എനിക്ക് ഒരു ബാറ്റ് സ്പോൺസർ തന്നത്. പിന്നെ ഈ ടീഷർട്ട് ഞങ്ങളുടെ പ്രതീക്ഷ, അവിടെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രതീക്ഷ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. അവിടുത്തെ ഗ്രാമ്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഞങ്ങൾക്ക് ഈ ടീഷർട്ട് സ്പോൺസർ ചെയ്തു. അതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെ സഹായിക്കണം,
അടുത്ത വർഷത്തെ ദേശീയ പാരാ ബാഡ്മിൻ്റൺ പങ്കെടുക്കാൻ. താങ്ക് യു.